ഓം സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ബ്രഹ്മചര്യവ്രതീദണ്ഡീ സർവവേദാന്തപണ്ഡിതഃ ശ്രീമദ്വിവേകയോഗീ മാം പ്രചോദയതു സർവദാ. അപാര സച്ചിത്സുഖവാരിരാശേ യസ്യോർമിമാത്രം ഭുവനം സമസ്തം ഗുഹാഹിതം തം രമണം ഗഭീരം ചിന്താവിഹീനം ഹൃദി ചിന്തയാമി. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് മറ്റൊരു സുദിനം കൂടി വന്നണഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്നലെ നമ്മൾ നോക്കിയത് ആരൊക്കെയാണ് എനിക്കെതിരെ യുദ്ധത്തിന് വന്നിരിക്കുന്നത് എന്ന് കാണാൻ വേണ്ടി അർജുനൻ ആചാര്യനായ അദ്ദേഹത്തിൻ്റെ സതീർത്ഥ്യൻ കൂടെയായ ഭഗവാൻ ശ്രീകൃഷ്ണനോട് പറയുകയാണ്. ശ്രീകൃഷ്ണനാവട്ടെ അധികമൊന്നും പറയാതെ തന്നെ രഥത്തെ കൊണ്ട് നിർത്തി. ആരൊക്കെയാണ് അർജുനൻ പറയുകയാണ്, ദുർബുദ്ധിയായ ദുര്യോധനനോട് ചേർന്ന് എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്ന ആളുകളെ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ രഥം കൊണ്ടുപോയി നടുവിൽ നിർത്തി. ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത. സഞ്ജയൻ പറയുകയാണ്, ഏവമുക്തോ ഹൃഷീകേശോ ഗുഡാകേശേന ഭാരത സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം ഭീഷ്മദ്രോണപ്രമുഖത സർവേഷാഞ്ച മഹീക്ഷിതാം ഉവാച പാർത്ഥ പശ്യൈതാൻ സമവേതാൻ കുരൂനിതി. ഹേ ഭാരതവംശത്തിൽ ജനിച്ച ഹേ ധൃതരാഷ്ട്ര മഹാരാജാവേ, നിദ്രയെ ജയിച്ച അർജുനൻ. അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യം പറഞ്ഞു. ഗുഡാകേശൻ എന്ന അർജുനന് പര്യായമുണ്ട്. ഗുഡാകേശൻ എന്ന് പറഞ്ഞാൽ ഗുഡാകേശൻ, നിദ്രയെ ജയിച്ചവൻ, ഉറക്കം പിടിഞ്ഞു പോലും യുദ്ധം ചെയ്യാൻ സാമർഥ്യമുള്ളവൻ. ഉപേക്ഷിക്കാൻ ഏറ്റവും പ്രയാസമുള്ളത് ഉറക്കത്തെയാണ്. നിദ്രയെ, ആലസ്യത്തെ ജയിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. ഈ നിദ്ര എന്ന് പറയുമ്പോൾ വെറും ഉറക്കമെന്ന് മാത്രം അർത്ഥം എടുക്കേണ്ട, ആലസ്യം, മടി എന്നൊക്കെ എടുക്കാം. ആലസ്യത്തെ ജയിച്ചവനാണ് അർജുനൻ. ആലസ്യത്തെ ജയിച്ചവന് മാത്രമേ യോദ്ധാവാൻ സാധിക്കൂ. ആലസ്യത്തെ ജയിച്ചവന് മാത്രമേ സാധകനാവാനും ഉപാസകനാവാനും സാധിക്കൂ. ആ അർത്ഥത്തിലാണ് ഗുഡാകേശൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏക ഗുഡാകേശയായ ആചാര്യ അമ്മയാണ്, സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയാണ്. ദർശനം എത്ര നീണ്ടുപോയാലും ഒരല്പം ക്ഷീണം ഇല്ലാതെ, കോട്ടുവായിടാതെ, ആവിയിടാതെ, ഒരല്പം പോലും ക്ഷീണമില്ലാതെ 24 മണിക്കൂറെങ്കിൽ 24 മണിക്കൂർ, 26 മണിക്കൂറെങ്കിൽ 26 മണിക്കൂർ വന്നിരിക്കുന്ന എല്ലാവരെയും, അവസാനത്തെ വ്യക്തിയെയും തൻ്റെ മാറോടണച്ച് അവരുടെ പ്രശ്നങ്ങൾ തൻ്റെ ചെവിയിൽ കേട്ട് ആശ്വസിപ്പിക്കുന്ന, ഉറക്കത്തെ ജയിച്ച, നിദ്രയെ ജയിച്ച, അതാണ് യോഗാവസ്ഥ. നിദ്രയെ ജയിച്ച ഒരേ ഒരു ആചാര്യ എൻ്റെ അറിവിൽ അമ്മ മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള നിദ്രയെ ജയിച്ചിരിക്കുന്ന അർജുനനാൽ ഏവം ഉക്ത, ഇപ്രകാരം പറയപ്പെട്ട ഹൃഷീകേശ ശ്രീകൃഷ്ണ ഭഗവാൻ എന്തു ചെയ്തു? ഉഭയോ സേനയോ, സേനയോരുഭയോ, ഉഭയോ സേനയോ, രണ്ടു സൈന്യങ്ങളുടെയും മധ്യേ, നടുവിൽ ഭീഷ്മദ്രോണ പ്രമുഖത, ഭീഷ്മർ, ദ്രോണർ മുതലായ എല്ലാ രാജാക്കന്മാർക്കും എതിരെ അവരെ കാണത്തക്ക രീതിയിൽ രഥം നിർത്തിയിട്ട് രഥോത്തമം സ്ഥാപയിത്വ. ഹേ പാർത്ഥ, എന്താ പറഞ്ഞത് കൃഷ്ണൻ? എന്താ പറഞ്ഞത്? കൃഷ്ണൻ പറഞ്ഞിട്ട്, നേരിട്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞതായിട്ടല്ല, സഞ്ജയൻ പറയുകയാണ്. എന്താ പറഞ്ഞത് കൃഷ്ണൻ പറഞ്ഞത്? ഹേ പാർത്ഥ, സമവേതാൻ ഏതാൻ കുരൂൻ പശ്യ. ഇതാ ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ഈ കുരുവംശജരെ, ഈ കൗരവരെ കണ്ടാലും പശ്യ ഇതി വാച എന്ന് കൃഷ്ണൻ പറഞ്ഞു. തത്രാപശ്യ സ്ഥിതാൻ പാർത്ഥ പിതൃനഥ പിതാമഹാൻ ആചാര്യാൻ മാതുലാൻ ഭ്രാതൃൻ പുത്രാൻ പൗത്രാൻ സഖീംസ്തഥാ.
ഇപ്പോൾ ശ്വശുരാൻ സുഹൃതശ്ചൈവ സേനയോരുഭയോരപി. അവിടെ എന്താണ് അർജുനൻ കണ്ടത്? രഥം കൊണ്ട് നിർത്തിയിട്ട് ശ്രീകൃഷ്ണ പരമാത്മാവ് പറഞ്ഞു, പശ്യ ഏതാൻ കുരൂൻ സമവേതാൻ. അതാ പറയുന്നത്, കണ്ടോളൂ, ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന കൗരവരെ കണ്ടോളൂ എന്ന് പറഞ്ഞു, പശ്യ എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ എന്താ കാണുന്നത്? അർജുനൻ കാണുന്നത് നേരത്തെ പറഞ്ഞ പോലെ ദുര്യോധനോട് ചേർന്ന് തന്നോട് യുദ്ധം ചെയ്യാൻ വന്ന ദുഷ്ടന്മാരെയൊന്നുമല്ല കാണുന്നത്. ആരെയാണ് അർജുനൻ കാണുന്നത്? അർജുനൻ കാണുന്നതൊക്കെ ബന്ധുക്കളെയാണ്, സുഹൃത്തുക്കളെയാണ്, തന്നെ പഠിപ്പിച്ച ആചാര്യന്മാരെയാണ്, തനിക്ക് വേണ്ടപ്പെട്ടവരെയാണ്. അർജുനൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ശ്രീകൃഷ്ണനോട് പറഞ്ഞ വാക്യം, എന്നോടെതിരിടാൻ വന്നിട്ടുള്ള ആ ദുർബുദ്ധികളായ കൗരവരെ എനിക്കൊന്ന് കാണണം എന്നാണ്. പക്ഷെ കണ്ടത് ദുർബുദ്ധികളായ കൗരവരെയല്ല. അതാണ് ചില സമയത്ത് കാഴ്ച മങ്ങിപ്പോവും. മായയുടെ ശക്തി അതാണ്, കാഴ്ച മാറിപ്പോവും. അതിൻ്റെ ശേഷം അർജുനൻ അവിടെ ഇരു സൈന്യങ്ങളിൽ നിൽക്കുന്ന തത്ര അവിടെ പിതാക്കന്മാരെയും, അതാണ് പിതൃന്, മുത്തച്ഛന്മാരെയും, പിതാമഹാൻ, ആചാര്യാൻ, ഗുരുക്കന്മാർ, മാതുലാൻ, അമ്മാവന്മാർ, ഭ്രാതൃന്, സഹോദരന്മാർ, പുത്രാൻ, പുത്രന്മാർ, പൗത്രന്മാർ, സഖീൻ, സ്നേഹിതന്മാർ, അങ്ങനെയുള്ള തഥാ അപ്രകാരം തന്നെ ശ്വശുരാൻ, ഭാര്യാപിതാക്കന്മാർ, ബന്ധുക്കളിൽപ്പെട്ട ആൾക്കാരെയൊക്കെ കാണുകയാണ്. ഇവിടെ സുഹൃത്തുക്കൾ എന്ന് പറയുമ്പോൾ സുഹൃത്ത് ശബ്ദത്തിൻ്റെ അർത്ഥം ഒന്ന് ചിന്തിക്കണം. ഇപ്പോൾ കാലത്ത് പലപ്പോഴും എഫ് ബി ഫ്രണ്ട് എന്ന് പറയുന്നതുകൊണ്ട് പറയുകയാണ്. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ പ്രയോജനമിച്ഛിക്കാതെ സ്നേഹിക്കുന്നയാളാണ് സുഹൃത്ത്. ഒന്നുകൂടി പറയാം, സുഹൃത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം പ്രയോജനം യാതൊന്നും കാക്ഷിക്കാതെ ഇച്ഛിക്കാതെ നമ്മെ സ്നേഹിക്കുന്നവരാണ് സുഹൃത്തുക്കൾ. പ്രയോജനം കാക്ഷിച്ചുകൊണ്ടാണോ എങ്കിൽ സുഹൃത്തല്ല. അപ്പോൾ അവിടെ അർജുനൻ്റെ വാക്കുകളിൽ, അല്ലെങ്കിൽ വ്യാസാചാര്യർ അർജുനനോട് പറയുന്ന വാക്കുകളിൽ തനിക്കുള്ള മമതയെ കാണിക്കുകയാണ്. അതായത് അച്ഛൻ്റെ സ്ഥാനമുള്ളവർ, മുത്തശ്ശന്മാർ, അമ്മാവന്മാർ, സുഹൃത്തുക്കൾ, സഹോദരജനങ്ങൾ, ഇവനെല്ലാവരെയും കാണുകയാണ്. ഇവിടെയാണ് മഹാഭാരതത്തിലെ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യം. അതായത് ഈ പറഞ്ഞ പ്രകാരം പലരും പറയാറുണ്ട്, ഇങ്ങനെ കണ്ടപ്പോഴാണ് അർജുനൻ ആകെ കൺഫ്യൂഷനായത്. അതോടുകൂടി അർജുനൻ വാദിക്കാൻ തുടങ്ങി, ഇവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യില്ല. അങ്ങനെയല്ല. ഈ പശ്യ എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞല്ലോ, അപ്പോൾ കണ്ടാലും എന്ന് പറഞ്ഞ ഉടനെ അർജുനൻ്റെ മനസ്സിൽ അത് കോഡാവുന്നത് സഞ്ജയൻ മുമ്പ് പറഞ്ഞ വാക്യങ്ങളിലൂടെയാണ്. അതായത് ഇവരെല്ലാം കൊന്നിട്ട് നീ ആരെയാണ് കൊല്ലാൻ പോകുന്നത്? അവരെല്ലാം നിനക്ക് വേണ്ടപ്പെട്ടവരാണ്. വേണ്ടപ്പെട്ട എല്ലാവരെയും കൊന്ന ശേഷം നിനക്ക് രാജ്യം കിട്ടിയാലും ആ രാജ്യത്തിൽ നീ എങ്ങനെ സുഖമായി വാഴും എന്ന ആ ഒരു ചോദ്യം, അല്ലെങ്കിൽ ആ പറഞ്ഞിട്ടുള്ള വാക്യങ്ങൾ, സഞ്ജയൻ്റെ വാക്യങ്ങൾ, ഇവിടെയാണ് മുള പൊട്ടി വന്നത്. അതുവരെ അത് വിത്തുപോലെ കടന്നിരുന്നു. ശ്രീകൃഷ്ണ പരമാത്മാവ് സേനകളുടെ നടുവിൽ കൊണ്ടുവച്ചിട്ട് ഏതാൻ സമവേതാൻ കുരൂൻ പശ്യ, ഇവരെ കണ്ടോളൂ, ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന കൗരവരെ കണ്ടോളൂ എന്ന് പറയുമ്പോൾ കൗരവരെ അല്ല, ശത്രുപക്ഷത്തെ അല്ല അർജുനൻ കാണുന്നത്, മറിച്ച് സഞ്ജയൻ പറഞ്ഞ അന്നത്തെ യുദ്ധത്തിനെതിരെയുള്ള വാക്യങ്ങളിലൂടെ കാണുകയാണ്. ഇവിടെയാണത് മുള പൊട്ടിയത്. ഇനി മുതലുള്ള ഭാഗങ്ങളിൽ അർജുനൻ യുദ്ധത്തിനെതിരെ സഞ്ജയൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ മൊത്തം ചർവണമാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. അക്കാര്യങ്ങൾ അടുത്ത ദിവസം. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.